ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് രാജ്യത്തുള്ള എല്ലാ രോഗികളിലും പരീക്ഷിക്കാൻ പറ്റുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ കുറച്ചുപേരിൽ മാത്രം ഒരു പഠനം നടത്തിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും ബാധകമാകുമെന്ന് ഗവേഷകർ പറയുന്നത്? ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് റിസർച്ചിലെ ടാർഗറ്റ് പോപ്പുലേഷനും ആക്സസിബിൾ പോപ്പുലേഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇത് ശരിക്കും നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലേ? ഇപ്പൊ പ്രമേഹത്തെക്കുറിച്ചാണ് ഒരു പഠനമെങ്കിൽ രാജ്യത്തെ എല്ലാ പ്രമേഹ രോഗികളെയും അതിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഏറ്റവും കൃത്യമായ ഒരു ഫലം കിട്ടും. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, കോടിക്കണക്കിന് ആളുകളെ കണ്ടുപിടിച്ച് അവരിൽ പഠനം നടത്താൻ എത്ര സമയം വേണം, എത്ര പണം വേണം, എത്ര ആളുകൾ വേണം? അത് ശരിക്കും പറഞ്ഞാൽ അസാധ്യമാണ്. ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഏതൊരു ഗവേഷകനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ നമ്മുടെ തുടക്കം ഈയൊരു വലിയ കോൺസെപ്റ്റിൽ നിന്നാണ്, പോപ്യുലേഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഒരു പഠന വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു വലിയ കൂട്ടം. ഇപ്പോൾ നഴ്സിംഗ് റിസർച്ചിലാണെങ്കിൽ ഇതൊരു പ്രത്യേക രോഗമുള്ള രോഗികളാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം നഴ്സുമാരാകാം, അങ്ങനെ എന്തും. ഇനി ഈ പോപ്പുലേഷൻ എന്ന വലിയ ആശയത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഒരു ഗവേഷകന്റെ സ്വപ്നമാണ്, പിന്നെ മറ്റൊന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യവും. നമുക്ക് നോക്കാം. ഇതാണ് ആ പറഞ്ഞ സ്വപ്നം, ടാർഗറ്റ് പോപ്പുലേഷൻ. അതായത് ഒരു ഗവേഷകൻ ആഗ്രഹിക്കുന്ന ഐഡിയൽ സിറ്റുവേഷൻ. തന്റെ പഠനത്തിന്റെ ഫലം ആർക്കൊക്കെയാണോ ബാധകമാവേണ്ടത് ആ മുഴുവൻ ആളുകളും അടങ്ങുന്ന ഒരു വലിയ യൂണിവേഴ്സ്. ഇതിന് സാധാരണയായി പ്രത്യേക സ്ഥലപരിധികളൊന്നും ഉണ്ടാകില്ല. ഈ ഉദാഹരണം നോക്കൂ. ഇന്ത്യയിലെ ടൈപ്പ് 2 പ്രമേഹമുള്ള എല്ലാ മുതിർന്നവരെയും കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ചു നോക്കിക്കേ. ദശലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ വലിയ ഗ്രൂപ്പാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ. ഇത് വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസവുമാണ്. അപ്പോ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഇതാണ് ആക്സസിബിൾ പോപ്പുലേഷൻ. ആ വലിയ ടാർഗറ്റ് പോപ്പുലേഷനിൽ നിന്ന് ഒരു ഗവേഷകന് യഥാർത്ഥത്തിൽ ബന്ധപ്പെടാനും സംസാരിക്കാനും പഠനത്തിൽ പങ്കെടുപ്പിക്കാനുമൊക്കെ കഴിയുന്ന ചെറിയൊരു ഭാഗം. നമ്മുടെ യഥാർത്ഥ പഠനം നടക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. നമ്മുടെ പ്രമേഹത്തിന്റെ ഉദാഹരണത്തിലേക്ക് തിരിച്ചുപോയാൽ ഇന്ത്യയിലെ എല്ലാ രോഗികളിലേക്കും എത്താൻ കഴിയില്ല. അതിനു പകരം ഒരു ഗവേഷകൻ ചിലപ്പോൾ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ പോലുള്ള വലിയ നഗരങ്ങളിലെ ചില പ്രത്യേക ആശുപത്രികളിൽ വരുന്ന പ്രമേഹ രോഗികളെ മാത്രം പഠിക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് ആക്സസിബിൾ പോപ്പുലേഷൻ. കണ്ടില്ലേ ആ വലിയ ഗ്രൂപ്പ് പ്രായോഗികമായി എത്രത്തോളം ചെറുതായി എന്ന്? ഇവിടെ നോക്കൂ, ഈ ടേബിൾ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയറാക്കും. ടാർഗറ്റ് പോപ്പുലേഷൻ ഒരു വലിയ യൂണിവേഴ്സ് പോലെയാണ്, അതൊരു തിയറിയാണ്. പക്ഷേ ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠനത്തിനായി ആളുകളെ എടുക്കാൻ പറ്റുന്ന ഒരു ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് പോലെയാണ്. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ടാർഗറ്റ് പോപ്പുലേഷനെക്കുറിച്ച് മനസ്സിലാക്കലാണെങ്കിലും നമ്മൾ സാമ്പിൾ എടുക്കുന്നത് ഈ ആക്സസിബിൾ പോപ്പുലേഷനിൽ നിന്നാണ്. അപ്പോ ഈ ദശലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഏതാനും 100 പേരിലേക്ക് എത്തുന്നത്? ഈ ഒരു പ്രോസസ്സ് നമുക്കൊരു ഫണൽ പോലെ കാണാൻ പറ്റും. ഈ ഒരു ചിത്രം കണ്ടാൽ സംഭവം എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് റിസർച്ചിലെ സാമ്പിളിംഗ് പ്രക്രിയയുടെ ഒരു കാതൽ. ഏറ്റവും മുകളില് ആ വലിയ പോപ്പുലേഷൻ, അത് പടിപടിയായി എങ്ങനൊരു ചെറിയ പഠന സാമ്പിളായി മാറുന്നു എന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. നമുക്കിതിലെ ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം. നമ്മുടെ ഫണലിന്റെ ഏറ്റവും മുകളിൽ ഇതാണ് ഏകദേശം 77 മില്യൺ ആളുകൾ, അതായത് ഇന്ത്യയിലെ പ്രമേഹ രോഗികളുടെ ഒരു ഏകദേശ കണക്ക്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ. അടുത്ത സ്റ്റെപ്പിൽ ആ വലിയ സംഖ്യ ഗണ്യമായി കുറയുന്നത് കണ്ടോ? തിരഞ്ഞെടുത്ത ചില പ്രധാന ആശുപത്രികളിലെ പ്രമേഹ രോഗികൾ. ഇതാണ് നമ്മുടെ ആക്സസിബിൾ പോപ്പുലേഷൻ, ഏകദേശം 50,000 പേർ. ഓക്കേ, അപ്പൊ നമുക്ക് 50,000 പേരുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ കുറച്ചു പേരെ തിരഞ്ഞെടുക്കും? കണ്ണടച്ച ഒരാളെ പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് അവരുടെ എല്ലാം പേര് വിവരങ്ങളുള്ള ഒരു ലിസ്റ്റ് വേണം. ആ ലിസ്റ്റിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ആശുപത്രിയിലെ രോഗികളുടെ രജിസ്റ്റർ ബുക്ക്. ആ ആശുപത്രി രജിസ്റ്ററിൽ നമ്മുടെ പഠനത്തിനു വേണ്ട ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യരായ ഏകദേശം 25,000 രോഗികളുണ്ടെന്ന് കരുതുക. അപ്പോൾ അതാണ് നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിമിന്റെ വലുപ്പം. ഒടുവിൽ ഈ 25,000 പേരിൽ നിന്ന് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വെറും 400 പേരെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റഡി സാമ്പിൾ. ഒന്നാലോചിച്ചു നോക്കിക്കേ, 77 മില്യണിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് വെറും 400 പേരിലെത്തിയത്. അപ്പോ ശരി, നമ്മൾ 400 പേരെ പഠിച്ചു.
പക്ഷേ ഇതുകൊണ്ട് എന്ത് കാര്യം? ഈ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കണ്ടെത്തലുകൾ എങ്ങനെയാണ് ആ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രസക്തമാകുന്നത്? അവിടെയാണ് ജനറലൈസേഷൻ അല്ലെങ്കിൽ സാമാന്യവൽക്കരണം എന്ന പ്രക്രിയ വരുന്നത്. ഈ വാചകം ശ്രദ്ധിച്ചോ? ഇതാണ് ഈ കളിയുടെ നിയമം. നമുക്ക് പഠിക്കാൻ കിട്ടിയ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ആ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ ആ വലിയ ഗ്രൂപ്പിലേക്ക് എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കുന്നതാണ് ഏതൊരു ഗവേഷകന്റെയും ശ്രമം. ഇതൊരു പടിപടിയായുള്ള യാത്രയാണ്, തിരിച്ചു മുകളിലേക്ക്. ആദ്യം നമ്മൾ പഠിച്ച 400 പേരുടെ ഫലം വിശകലനം ചെയ്യുന്നു. പിന്നെ ആ ഫലങ്ങൾ നമ്മൾ സാമ്പിൾ എടുത്ത 50,000 പേരുടെ ഗ്രൂപ്പിന് ബാധകമാക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വലിയൊരു പക്ഷേയുണ്ട്. ഈ 50,000 പേർ ഇന്ത്യയിലെ മൊത്തം പ്രമേഹ രോഗികളെ ശരിയായ രീതിയിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ കണ്ടെത്തലുകൾ 77 ദശലക്ഷം പേർക്കും ബാധകമായേക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ഒരു മാപ്പ് നോക്കിയാൽ മതി, കാര്യം പിടികിട്ടും. ഇന്ത്യയുടെ ഭൂപടത്തില് ആ കാണുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പഠനം നടക്കുന്നത്. അതാണ് ആക്സസിബിൾ പോപ്പുലേഷൻ. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ രാജ്യം മുഴുവനുമായി, അതായത് ടാർഗറ്റ് പോപ്പുലേഷനുമായി ബന്ധപ്പെടുത്താനാണ് ഗവേഷകർ ശ്രമിക്കുന്നത്. അപ്പോ ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് ചില നിയമങ്ങളും നിബന്ധനകളുമൊക്കെയുണ്ട്. ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ വ്യക്തമായി പറയും. ഉദാഹരണത്തിന് 18 വയസ്സിനു മുകളിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തുക എന്നത് ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആണ്. ഗർഭിണികളെ ഒഴിവാക്കണം എന്നത് ഒരു എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയം. ഇവയെല്ലാം ചേർന്നതാണ് സാമ്പിളിംഗ് മാനദണ്ഡങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളോ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ പഠനം യഥാർത്ഥത്തിൽ നടന്നത് ഏത് ഗ്രൂപ്പിലാണ്, അതായത് ആക്സസിബിൾ പോപ്പുലേഷൻ ഏതാണ്, പിന്നെ അതിന്റെ ഫലം ഏതു വലിയ ഗ്രൂപ്പിലേക്കാണ് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്, അതായത് ടാർഗറ്റ് പോപ്പുലേഷൻ ഏതാണ്, ഇത് രണ്ടും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ചിന്തിപ്പിക്കാനായ ഒരു ചോദ്യം. നഗരങ്ങളിലെ വലിയ ആശുപത്രികളിൽ മാത്രം ഒരു പഠനം നടത്തിയിട്ട് അതിന്റെ ഫലം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള രോഗികൾക്കും ബാധകമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? നമ്മൾ പഠിച്ച ഗ്രൂപ്പും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യഗ്രൂപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഗവേഷണ ഫലങ്ങളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.